ചോദ്യം ഇതാണ്, ബെസ്റ്റുകൾ നാടിനാപത്തും. അയ്യോ പരിസ്ഥിതി ബെസ്റ്റുകൾ ഞാൻ വീണ്ടും വിവാദപരമായ പരാമർശം കൊറേ ആളുകളുടെ ബെസ്റ്റ് ഒരാളുടെ അനാവശ്യമൊന്നും പറഞ്ഞു ദയവ് ചെയ്ത്. എനിക്ക് ഇത് തോന്നിയിട്ടുള്ളതേ, ഇപ്പൊ ഇന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ പല വികാരങ്ങൾക്കും പല മനുഷ്യർക്കും ബന്ധങ്ങൾക്കും പല പല പുതിയ പേര് ഇട്ട് നമ്മൾ കൊടുക്കുന്നു എന്നല്ലാതെ ആത്യന്തികമായിട്ട് മനുഷ്യർ സ്നേഹിക്കപ്പെടാനും പരിഗണിക്കപ്പെടാനും ആഗ്രഹിക്കുന്നവരാണ്. അത് എല്ലാ ഏജിലും അതെ, ഓരോ ഏജിലും നമ്മുടെ നീഡ്സ് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ബേസിക്കലി നമുക്ക് എന്താ വേണ്ടത്? മറ്റൊരാളുടെ പരിഗണന, സ്നേഹം. മാധവിക്കുട്ടിയൊക്കെ എത്രയോ കാലം മുന്നേ സ്നേഹത്തെ പറ്റിയും പരിഗണനയെ പറ്റിയും ഇങ്ങനെ നിരന്തരം പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ മനുഷ്യബന്ധങ്ങൾ നമുക്ക് കൂടുതൽ മനുഷ്യർ വേണം. എന്തിന്? കൂടുതൽ സ്നേഹം കിട്ടാൻ, കൂടുതൽ പരിഗണന കിട്ടാൻ. ഇതിലൊക്കെ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട് കേട്ടോ. നമ്മൾ എത്ര ആളുകൾക്ക് ഇത്രയും അൺകണ്ടീഷണലായി നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ വലിയ ചോദ്യമാണ്. കാരണം നമ്മൾ ഒത്തിരി ട്രോമകളും ട്രിഗറിംഗ് പോയിന്റ്സും ഒക്കെ കഴിഞ്ഞ് വന്നവരാ. അപ്പോൾ നമുക്ക് സ്നേഹിക്കുന്നതിന് പോലും നമ്മുടെ കാലഘട്ടം നമ്മൾ ജീവിച്ചു വന്ന രീതിയൊക്കെ പല രീതിയിലും പരിമിതപ്പെടുത്തുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ കൂടുതൽ സ്നേഹം കിട്ടാനും കൂടുതൽ ആളുകളുടെ അറ്റൻഷൻ കിട്ടാനും കൂടുതൽ സ്പേസസ് ഉണ്ടാക്കിയെടുക്കാൻ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. ഇതിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ മനുഷ്യരെ ബോധപൂർവം സ്നേഹത്തിലൂടെ ഒക്കെ വേദനിപ്പിക്കാതിരിക്കുക. ഇപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ നമ്മൾ 2026 തുടങ്ങിയപ്പോഴും പലരും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ ആയി പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്, എനിക്ക് ഈ വർഷം ഒരാളുടെയും ജീവിതത്തിലെ വേദനയായി മാറാതിരിക്കാൻ എനിക്ക് ശ്രമിക്കണം. നമ്മൾ പല വാക്കുകളും കൊണ്ടോ സ്നേഹം എന്താ പറയുക പലപ്പോഴും നടിച്ചുകൊണ്ടൊക്കെ നമ്മൾ പലപ്പോഴും പലരുടെയും ജീവിതത്തിലെ എല്ലാ കാലത്തേക്കുള്ള വേദനയുടെ അല്ലെങ്കിൽ ട്രോമയുടെ ഭാഗം ആവുകയാണ്, പങ്കുപറ്റുന്നുണ്ട്. അങ്ങനെ ആവാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഏത് ബന്ധത്തിൽ നിന്നാണെങ്കിലും ഏത് മനുഷ്യരിൽ നിന്നാണെങ്കിലും നമ്മൾ അതിനോട് നീതി പുലർത്തുക. അതിൽ എന്താ പറയുക എന്ത് പേരിട്ട് വിളിച്ചാലും ബേസിക്കലി മനുഷ്യരോട് സ്നേഹത്തിലും സൗഹൃദത്തിലും ഒക്കെ ഒരു നീതി പുലർത്തിയാൽ മതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ച് കടുത്തു പോയി, എനിക്ക് കാര്യമായിട്ടൊന്നും